കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമാ ലോകം പുതിയ പരീക്ഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാടോടി കഥകളെ ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിനോട് ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു ചിത്രം അടുത്തിടെ തിയേറ്ററുകളിൽ തരംഗമായി. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയറർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണ് ആ മാറ്റത്തിന് തുടക്കമിട്ടത്. മലയാള സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോയെ അവതരിപ്പിച്ച ഈ ചിത്രം പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം നായികയായ കല്യാണി പ്രിയദർശനാണ്. ഇതുവരെ നാം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സൂപ്പർ ഹീറോ വേഷമാണ് കല്യാണി ഇതിൽ അവതരിപ്പിച്ചത്. പുരാതന ഐതിഹ്യങ്ങളിലെ കള്ളിയങ്കാട്ട് നീലി എന്ന ശക്തിശാലിയായ സ്ത്രീയുടെ ആധുനിക രൂപമായാണ് കല്യാണി ഈ സിനിമയിൽ എത്തുന്നത്. ആക്ഷൻ രംഗങ്ങളിൽ കല്യാണിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവർ ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. ലോക ഒരു സാധാരണ സൂപ്പർ ഹീറോ സിനിമയല്ല. ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന മികച്ച വിഷ്വൽ എഫക്ട്സും പശ്ചാത്തല സംഗീതവും കളർ ടോണും ഈ ചിത്രത്തെ തന്നെ വേറിട്ട് നിർത്തുന്നു. അതേസമയം സിനിമയുടെ കഥാവഴികൾക്ക് നമ്മുടെ നാടോടി കഥകളിലെ ആഴത്തിലുള്ള വേരുകളുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പഴയ കഥയെ പുനരാവിഷ്കരിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സിനിമയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിനൊരു മിസ്റ്ററി ഫീൽ നൽകുകയും ഓരോ രംഗത്തെയും കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നു. സിനിമയുടെ ക്ലൈമാക്സും പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസും മലയാള സിനിമയിൽ ഒരു പുതിയ യൂണിവേഴ്സ് പിറവിയെടുക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. തമിഴിലെ LCU അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ മലയാളത്തിൽ ഒരു ലോക യൂണിവേഴ്സ് യാഥാർത്ഥ്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും ഭാവിയിൽ വരാനിരിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധമുണ്ടായേക്കാം. ഇത് മലയാള സിനിമയുടെ വളർച്ചയിലെ ഒരു നിർണായക നീക്കമായിരിക്കും. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വനിതയെ കേന്ദ്രീകരിച്ച് ഒരുക്കിയ ഈ സിനിമ സ്ത്രീ കഥാപാത്രങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ലോക ഒരു മികച്ച കാഴ്ചാനുഭവമാണ് നൽകുന്നത്. ഒപ്പം മലയാള സിനിമയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് വഴി തുറന്ന ഒരു സിനിമ. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ ദൃശ്യാനുഭവം അത്രയേറെ മികച്ചതാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഈ ചിത്രം. റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും വലിയ ഓളമുണ്ടാക്കിയ ഈ സിനിമ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ എത്ര വലുതാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്നു. ഒരു സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ തുടക്കം മുതൽ മികച്ച പ്രതികരണമാണ് ലോകാദി ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് ലഭിച്ചത്. ആദ്യ ദിനം തന്നെ 2.7 കോടി നേടിയ ചിത്രം രണ്ടാം ദിനത്തിൽ 4 കോടിയിലേക്കും മൂന്നാം ദിനത്തിൽ 7.6 കോടിയിലേക്കും കുതിച്ചു. ആദ്യ വാരാന്ത്യത്തിൽ മാത്രം 24 കോടിയിലധികം നേടി വെറും 6 ദിവസം കൊണ്ട് ചിത്രം 39 കോടി കടന്നു. ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്വീകാര്യതയുടെ സൂചനയാണിത്. ചിത്രത്തിന്റെ 30 കോടി ബജറ്റ് ഇതിനോടകം തന്നെ തിരിച്ചുപിടിച്ച് ലാഭത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്കു ഭാഷകളിലും ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു തുടങ്ങിയ സിനിമകൾ നേടിയതുപോലുള്ള ഒരു വലിയ വിജയമാണ് ലോകയ്ക്കും ലഭിച്ചത്. ഇത് മലയാള സിനിമയുടെ ആഗോള സ്വീകാര്യതയുടെ തന്നെ വലിയ ഉദാഹരണമാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്ര കഥാപാത്രമായ ചന്ദ്രയെ അവതരിപ്പിച്ച കല്യാണി പ്രിയദർശനാണ്. ഇതുവരെ നാം കണ്ടിട്ടുള്ള കല്യാണിയെ അല്ല ഈ സിനിമയിൽ. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവർ ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളിലും കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയിലും കല്യാണി കാഴ്ചവെച്ച പ്രകടനം കയ്യടി അർഹിക്കുന്നു. നസ്ലിൻ, അരുൺ കുര്യൻ, സ്റ്റാൻഡി മാസ്റ്റർ തുടങ്ങിയ മറ്റ് താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സംവിധായകൻ ഡൊമിനിക് അരുൺ മലയാളത്തിൽ ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സും പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസും ഈ കഥാപാത്രങ്ങളും ഈ ചിത്രങ്ങളും ഈ കഥകളും
ഭാവിയിൽ തുടരുമെന്ന് സൂചന നൽകുന്നു. പഴയകാല കേരളീയ ഐതിഹ്യങ്ങളെ ആധുനിക സൂപ്പർ ഹീറോ ഫാന്റസിയുമായി സമന്വയിപ്പിച്ച ഈ രീതി പ്രേക്ഷകരെ എന്തായാലും ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക മലയാളത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ ഒന്നായും ലോക നിലവാരമുള്ള ഒരു ഇന്ത്യൻ സിനിമയായും വിലയിരുത്തപ്പെടുന്നു. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും നേടിയ വലിയ വിജയത്തിന് ശേഷം ഹിന്ദി സംസാരിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് ലോക ചാപ്റ്റർ 1 ഹിന്ദി പതിപ്പ് ഇന്ന്, അതായത് സെപ്റ്റംബർ 5-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് നിർമ്മാതാവ് ദുൽഖർ സൽമാൻ സ്ഥിരീകരിച്ചു. സാധാരണയായി ഡബ്ബ് ചെയ്ത ചിത്രങ്ങൾ തിയേറ്ററുകൾക്ക് ശേഷം OTT-യിൽ വരാറുണ്ട്. എന്നാൽ വലിയ ഡിമാൻഡ് കാരണം ഒരു പാർട്ടീഷ്യൽ തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് ലോക. ഈ നീക്കം ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹിന്ദി റിലീസിലൂടെ ലോക ഒരു പാൻ ഇന്ത്യൻ വിജയമായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.